പ്രത്യേകിച്ച് മട്ടന്നരാശാൻ്റെ വിനോദൻ്റെ ഇവരുടെയൊക്കെ കൂടെ ഇത് അവതരിപ്പിക്കാൻ കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുക. അവരിപ്പോഴും കൊട്ടുന്നു, കുട്ടികൾ പോകുന്നില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കൃത്യമായ ആ ഒരു ചിട്ടവട്ടത്തോടുകൂടി സമ്പ്രദായമായിട്ട് ഈ ലണ്ടൻ മഹാനഗരത്തിൽ ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാക്കുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല. അവരത് കൊട്ടുമ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ വെക്കുമ്പോൾ അടുത്ത ആൾക്ക് അവസരമാണ്. മട്ടന്നരാശാനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാട്ടിൽ നിന്ന് വിനോദിൻ്റെ സുഹൃത്തുക്കളും ഒപ്പം പഠിച്ചവരും ഒപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് മേളക്കാർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതനുസരിച്ച് നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു പോവുകയാണ്. ഇത് പൂഞ്ഞാർ രാധാകൃഷ്ണൻ. നമസ്കാരം രാധാകൃഷ്ണൻ. എങ്ങനെയാണ് ഈ മേളപ്പെരുമ മൂന്നാമത്തെ ഒരു എപ്പിസോഡിലേക്ക് എത്തുമ്പോഴേക്കും ഉണ്ടാകുന്നൊരു ഫീല്? ഇതിന് മുമ്പ് വായിച്ചിട്ടുണ്ട്, ഇവിടെ UK വന്നിരുന്നു. ഇപ്പോഴത്തേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിന് മുമ്പ് എത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു മേളപ്പെരുമ 2. അത് മുമ്പ് പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ ഈ നമ്മുടെ ഇവിടെ വെച്ചായിരുന്നു പ്രാക്ടീസ് നടക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഫ്ലൈറ്റ് യാത്ര പോലും. ശരി. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പം തിരിച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇത്രയും സ്റ്റുഡൻസ്, വിനോദിൻ്റെ സ്റ്റുഡൻസിനെ കണ്ടപ്പം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള നിമിഷങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോയത്. കാരണം അത്രയും കുട്ടികളെയും ഒപ്പം വിവിധ പ്രായത്തിലുള്ള ആൾക്കാരെ ഇത്രയും തിരക്ക് പിടിച്ച തിരക്കിനിടയിൽ ഇവരെ പഠിപ്പിച്ച് അവരെ ഇത്രയും, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ കൊട്ടിയ മേളം പാണ്ഡ്യമേളം, അത് ഏറ്റവും ദുഷ്കരമായ ഒരു മേളമാണ്. പഞ്ചാരി പഠിക്കുന്നതിനേക്കാളും ഒത്തിരി വിഭിന്നമായ താളവട്ടങ്ങൾ അതിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറി വരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഇവിടെയുള്ള വിനോദിൻ്റെ സ്റ്റുഡൻസ് അത് പ്രായഭേദമന്യേ ഇത്രയും പഠിച്ചത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എഫേർട്ടാണ് പ്രിയപ്പെട്ട സ്നേഹിതനായിട്ടുള്ള വിനോദ് എടുത്തത്. അത് തീർച്ചയായിട്ടും വളരെ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വിനോദും ഞാനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പഠിച്ചു വന്നവരാണ്. വിനോദ് പഠിച്ചിരുന്നത് വേറൊരു സ്കൂളിലാണെങ്കിൽ പോലും ഒരേ കാലയളവിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുമിച്ച് വന്ന ആൾക്കാരാണ്. വാദ്യവും ഒരുപോലെ തന്നെ വന്നു. വാദ്യം വിനോദ് പലതും പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. കാരണം മൃദംഗം, തബല, വയലിൻ, അങ്ങനെ പല മേഖലകളിലേക്ക് അദ്ദേഹം കടന്നിട്ടുണ്ട്, എനിക്കറിയാം. ആദ്യമായിട്ടുള്ള വരവ് പോലും എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായിട്ടുള്ള മനു ഇവരൊരുമിച്ചായിരുന്നു ഈ ഇതിലേക്ക് എത്തിച്ചേർന്നത്. അന്ന് ഇവിടെ ഗാനമേളയിലും ഒക്കെ വിനോദ സജീവമായിരുന്നു. നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് പെട്ടെന്ന് മുങ്ങാം. പേരെന്താണ്? എൻ്റെ പേര് മച്ചാട് ഹരി. മച്ചാട് ഹരിയെ പ്രത്യേകിച്ച് ഞാൻ പേരെന്താണെന്ന് ചോദിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയാണ്. നമ്മൾ കേരളത്തിലുള്ളവരെ സംബന്ധിച്ചോളം മച്ചാട് ഹരി വളരെ പ്രശസ്തനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരാണ്. എങ്ങനെയാണ് അനുഭവം, എന്താണ് തോന്നുന്നത്? അത് 3ാമത്തെ വർഷമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് മട്ടന്നരാശാൻ്റെ വിനോദൻ്റെ ഇവരുടെയൊക്കെ കൂടെ ഇത് അവതരിപ്പിക്കാൻ കിട്ടിയത് തന്നെ ഒരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുക. പിന്നെ ഇവിടെ വന്ന് ഈ ഇംഗ്ലണ്ടിൽ ഇത്രയും ചെണ്ടക്കാരുണ്ട് എന്ന് മഹാരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. കേരളത്തിൽ തന്നെയാണോ തോന്നുന്നത്? അതെ, അതാണ് അതിൻ്റെ സത്യം. എനിക്ക് കൂടുതലൊക്കെ പറ്റി നമ്മുടെ ഉണ്ണി, എൻ്റെ സുഹൃത്തും കൂടി ഞങ്ങളെവിടെ എത്തിക്കാനും കൂടി ഒരു ആക്കി തീർത്ത ഉണ്ണിയാണ്. ഉണ്ണിയോടും കൂടെ ചോദിക്കാം അല്ലേ? ഉണ്ണി പറയൂ. നമസ്കാരം. നാട്ടിലെവിടെയാണ് ഉണ്ണി? പാഴൂര്. ഇത്രയും പരിമിതമായ ഒരു സാഹചര്യത്തിൽ ഈ ജോലി തിരക്കുകൾക്കിടയിലും ഇത്തരം ഒരു വിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആദ്യത്തെ മേളപ്പെരുമയ്ക്കാണ് പത്മശ്രീ ജയറാം സാറാണ്, അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് എത്തുന്നത്. അദ്ദേഹം മുഖേനയാണ് എത്തുന്നത്. അങ്ങനെയാണ് വിനോദനായിട്ട് ഒരു ബന്ധമാകുന്നത്. അതിന്ന് വളരെ ഒരു വലിയ സൗഹൃദം എന്നല്ല, ഒരു സഹോദര ബന്ധം ആ നിലയിലേക്ക് എത്തി. അപ്പോൾ രാധാകൃഷ്ണേട്ടൻ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് ഞങ്ങൾ വന്ന് ഈ മേളം കാണുമ്പോഴത്തേനും ഞാനും വീഡിയോ കോളൊക്കെ ചെയ്ത് വിനോദൻ എന്നെ മേളങ്ങൾ കാണിക്കാറുണ്ട്. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കൃത്യമായ ആ ഒരു ചിട്ടവട്ടത്തോടുകൂടി സമ്പ്രദായമായിട്ട് മറ്റ് ഫ്യൂഷനും ശിങ്കാരിയൊക്കെ മറ്റു രാജ്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ജയറാം സാറിനോടൊപ്പം ഞാൻ പോയി ബഹ്റിൻ, ദോഹയിലൊക്കെ പരിപാടിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൃത്യമായിട്ട് ആ ഒരു ചിട്ടവട്ടത്തോടുകൂടിയും കറക്റ്റായ താളവട്ട കാര്യങ്ങളും ആ ഒരു അക്ഷരകാലക്രമവും എല്ലാം കൃത്യമായിട്ട് അവരോടൊപ്പം വായിക്കുമ്പോൾ ഒരു തീർച്ചയായിട്ടും ഈ വർഷത്തെ മേളപ്പെരുമയായാലും ഇപ്പോൾ ഞാൻ ഓൾറെഡി പ്രാക്ടീസ് കഴിഞ്ഞു. അപ്പോൾ അത് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. കാരണം അത്ര ഭയങ്കര ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയെന്ന് പറഞ്ഞാൽ അത്ര വളരെ ഭംഗിയായിട്ട് എന്നും വിനോദനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ.
രണ്ടെണ്ണ മഹാനഗരത്തിൽ ഇത്രയും പേര് പറഞ്ഞു തുടങ്ങാം. സുരേഷ് ശരി, എവിടെയാണ് നാട്ടിൽ? തുറവൂര്. തുറവൂര്. ആ, ഓക്കെ. ഈ രണ്ടെണ്ണ മഹാനഗരത്തിൽ ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ച് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഉണ്ടാക്കുന്ന ചെറിയൊരു കാര്യമൊന്നുമല്ല. അത് വിനോദിന്റെ ഒറ്റ കഴിവ് കൊണ്ട് തന്നെയാണ്. അത് നവതാര സ്കൂൾ ഓഫ് ആ മ്യൂസിക്കിന്റെ ഒരു ഒറ്റ ഇത് തന്നെയാണ്. അതെ. അപ്പോൾ എന്തായാലും സന്തോഷം. സ്പെഷ്യലായിട്ടും അപ്രീസിയേഷൻ ഉണ്ട്. താങ്ക് യു. പേര്? രാഹുൽ. രാഹുൽ. നാട്ടില്? മാഞ്ഞൂർ. ഓക്കെ. മാഞ്ഞൂർ എന്നുള്ള രാഹുൽ പറയൂ. മൂന്നാമത്തെ വർഷം അത് വരുന്നത്. അപ്പം ആദ്യമേ വന്ന പങ്കെടുത്തു. പിന്നെയും അത്ഭുതങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. കാരണം നമ്മൾ ഓരോ കൊല്ലം വരുമ്പോഴത്തേക്കും പിന്നെയും ഒത്തിരി ആൾക്കാരും സ്റ്റുഡൻസും വിനോദ കഴിവാണിത്. വിനോദൻ്റെ ഒരു വിജയം. മൂന്നാമത്തെ കൊല്ലം ഇതും ഒരു വിജയമായി തീരട്ടെ. മേളങ്ങൾ നടക്കുമ്പം ഈ രാഹുലിൻ്റെ മുഖം ക്യാമറയിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ക്യാമറക്കാരെല്ലാവരും ഒപ്പുന്നൊരു മുഖം കൂടിയാണ് രാഹുലിൻ്റെ. അതും ഒരു അനുഗ്രഹമായിട്ട് ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും മേളം അടിച്ചു പൊളിക്കാം. പേര്? അനന്തു. നാട്ടില്? കടനാട്. പാല. ഓക്കെ. ഞാനിപ്പം രണ്ടാമത്തെ കൊല്ലമാണ്. കഴിഞ്ഞ കൊല്ലം വന്നതിലും വ്യത്യസ്തമായ ഈ കൊല്ലം ഒരു പുതിയ അനുഭവമാണ്. എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. പരിശീലനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി തട്ടയിലേക്ക് കയറാനുള്ള ഭാഗമാണല്ലേ? സന്തോഷം ഒരുപാട്. മനു, ഈ മുഖം ഒരുപക്ഷെ കേരളത്തിൽ പലരും കണ്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും കോട്ടയം ജില്ലക്കാർ. ഭീമാ ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ ഈ മുഖം കാണാതെ ഇറങ്ങുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. പേര്? ശരത്ത് എന്നാണ് പേര്. ഞാൻ വീട് പാലയിലാണ്. പാലയുടെ സ്വദേശം. ഞാനിത് ഇതുപോലെ മൂന്നാമത്തെ തവണയായിരുന്നു വരുന്നത്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു തന്നെയാണ് നമുക്കും പറയാനുള്ളത്. അതായത് അത്ഭുതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, നമ്മൾ ആദ്യം മേളപ്പെരുമ 1 നടത്തിയപ്പോൾ വന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അവരിപ്പോഴും കൊട്ടുന്നു, വിട്ടിട്ട് പോകുന്നില്ല. അതായത് അവർ മുമ്പോട്ടത് പഠിക്കുക എന്നുള്ള ഒരു മനസ്സിലൊരു താല്പര്യം, അതൊരു ചെറിയ കാര്യമല്ല. അവരത് കൊട്ടുമ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ വെക്കുമ്പോൾ അടുത്ത ആൾക്ക് അവസരമാണ് കൂടുതൽ, അല്ലേ? അവരത് പിന്നെയും ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യം, അതൊരു വലിയ കാര്യം. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹവും അവർക്കത് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു സന്തോഷത്തിന്റെ ഭാഗമാക്കി അവർ എടുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. അത് ഇപ്പം അതായത് ഈ തവണ കൊട്ടുന്ന ആൾക്കാർ അത് കണ്ടുപിടിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. അതായത് ഇതിന് മുമ്പുള്ളവർ എന്താണ് ചെയ്തിരുന്നതെന്നും വിനോദേട്ടൻ എന്താണ് പഠിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നതെന്നും അതൊരു പാഠം തന്നെയാണ്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ശരത്ത്, ഞാൻ ഈ കടുക്കം കണ്ടോ? ഈ കടുക്കം ഞാൻ ഒരെണ്ണം ശരിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റെഡിയാക്കാം, നമുക്ക് കുഴപ്പമില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അങ്ങനെ ഇതാണ് ഇപ്രാവശ്യത്തെ മേളപ്പെരുമയുടെ ടീമുകൾ. നമുക്ക് മേളത്തിലേക്ക് കിടക്കാനുള്ള സമയമാകുന്നു. താങ്ക് യു.